മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വിദേശ ട്രിപ്പ് ആദ്യത്തെ പരിപാടിയാണത്. ആദ്യമായിട്ട് ഈ സിനിമാ താരങ്ങളെല്ലാവരും വിദേശത്തേക്ക് പോകുന്നു. അത് മമ്മൂക്ക, ശ്രീനിവാസൻ, ഇന്നസെന്റ്, കൊച്ചിൻ ഹനീഫ, കലാരഞ്ജിനി, കൽപ്പന, അശോകൻ, ആ ടീമാണ്. മിമിക്രി ആയിട്ട് ഞാൻ അതിനകത്ത് വരാനുള്ള ഒരു കാരണമുണ്ട്. അത് എൻ്റെ ഒരു കസിൻ ആണ് അതിന്റെ കോർഡിനേറ്റർ, പോൾ അൽഫോൺസ്. അദ്ദേഹം എനിക്കൊരു ലെറ്റർ തന്നിട്ട് പറഞ്ഞ് BTH ശ്രീനേട്ടനുണ്ട്, ശ്രീനേട്ടനെ ചെന്ന് കാണും, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജോർജിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ BTH ചെല്ലുന്നു, കോളിംബിൽ അടിക്കുന്നു, ഡോർ തുറന്നു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സിനിമാ താരം ശ്രീനേട്ടനാണ്, ആദ്യമായിട്ട് കാണുന്നത്. പിന്നെയാണ് ലെറ്റർ കൊടുത്തു, എന്തൊക്കെ വായിച്ചിട്ട് വേണം ഇരിക്കുന്നു പറഞ്ഞു. താൻ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞു ഞാൻ ഹരസ്ലീല ആർട്ടിസ്റ്റാണ്, അതെന്തൊക്കെ കാണിക്കുന്നു വെച്ചാൽ എൻ്റെ 10 മിനിറ്റിന് മിമിക്രിയെ കാണിച്ച് ശ്രീനേട്ടന് ഇഷ്ടപ്പെട്ടു. ശരിയല്ലേ ശ്രീനേട്ടാ? ഓർക്കണല്ലേ? ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ അത് പറഞ്ഞു പറയിപ്പിക്കണ്ട, അത് പറ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചോദിക്കാം. അങ്ങനെയാണ് ഞാൻ ആ ട്രിപ്പിൽ വരുന്നത്. അന്ന് തുടങ്ങി ശ്രീനേട്ടനായിട്ട് ഭയങ്കര കണക്ഷനാണ്. എപ്പോഴും വിളിക്കാൻ ചെയ്ത ഇഷ്ടംമാരെ കഥകളുണ്ട്. അല്ലല്ല, ഒരു സെക്കൻഡ്. വർഷങ്ങൾക്ക് ശേഷം ശ്രീനേട്ടനായിട്ട് അഭിനയിക്കാൻ ഒരു അവസരം വന്നു ഹണിബി 2-ൽ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് റിഹേഴ്സൽ കഴിഞ്ഞപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പിൽ ഞാൻ ശ്രീനേട്ടനോട് ചോദിച്ചു, ശ്രീനേട്ടാ ഈ CG പരിപാടി ഉണ്ടല്ലോ ഇപ്പോൾ, ശ്രീനേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താണ്? CG ഒക്കെ എങ്ങനെയാണ്? CG എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാം CG ചെയ്തോളും, വെറുതെ നിന്നാൽ മതി. ജോർജ് വെറുതെ നിന്നാൽ മതി, എല്ലാം CG ചെയ്തോളും, എല്ലാ ആക്ഷനൊക്കെ CG ചെയ്തോളും. അപ്പോൾ ഓക്കെ ടേക്ക് എന്ന് പറഞ്ഞപ്പോൾ സീൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രീനേട്ടാ എന്നോട് വെറുതെ നിൽക്കാൻ പറഞ്ഞു, ശ്രീനേട്ടൻ അഭിനയിച്ചല്ല. ശ്രീനേട്ടൻ എന്താ അപ്പോൾ അഭിനയിച്ചത്? എനിക്ക് CG അലർജിയാണെന്ന്. ജോർജ് വെറുതെ നിന്നോ, എനിക്ക് CG അലർജിയാണെന്ന്. അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു. ശരിയല്ലേ ശ്രീനേട്ടാ? കറക്റ്റ് നടന്ന സംഭവങ്ങളാണ് ഈ പറഞ്ഞത്, വെറുതെ പറഞ്ഞല്ല. അല്ല, ഈ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടനും കഥാകൃത്തും സ്റ്റാൻഡേർഡ് ഹാസ്യത്തിന്റെ ആളാണ്. അപ്പൊ നമ്മൾ മിമിക്രിക്കാരി കുറച്ച് അതപ്പൊതിച്ച് പോകരുതേ എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡിന് ഒപ്പം നിൽക്കാവുന്ന പറയുക. അതുകൊണ്ട് തന്നെ അടുത്തത് തെസ്നിത്ത എന്തോ സംസാരിക്കുന്നു. അതാണ് ഞാൻ നടനും നമുക്കറിയാലോ വലിയൊരാളാണെന്ന് അറിയാം. പക്ഷെ ശ്രീനേട്ടൻ ഒരു നല്ലൊരു മാജിക്കാരനും കൂടിയാണ്. അതെ, കൺകെട്ട് എന്ന് പറയുന്ന സിനിമയില് ശ്രീനേട്ടൻ മാജിക്കാരനായിട്ടാണ് അഭിനയിച്ചത്. അതെന്റെ ഫാദറാണ് പഠിപ്പിച്ചു കൊടുത്തത് ശ്രീനേട്ടന്. ഓർമ്മയില്ല? കൺകെട്ടില്ലേ? അപ്പൊ അത് വലിയൊരു ഭാഗ്യമായിട്ടാ കാണുന്നത് ഞാനൊക്കെ. കാരണം എന്റെ ഫാദർ പഠിപ്പിച്ച് ഭയങ്കര ഒരു മജീഷ്യനായിട്ടാണ് അതിന്റെ അകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ അല്ലാണ്ട് ഒരുപാട് കഥകൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ടാവും, പറയാനുണ്ടാവും. അത് പറഞ്ഞു വരുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, വീട്ടിലെ കാര്യങ്ങൾ എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ചേച്ചിക്ക് അതിലേറെ റിസ്ക് ആണ്, കാരണം വീട്ടില് 3 സെലിബ്രിറ്റീസ് ആണുള്ളത്. ഇവര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, കാര്യങ്ങള് കൗണ്ടേഴ്സ് അടിക്കുന്നതാണെങ്കിലും എനിക്കൊന്ന് വീട്ടിലും ഭയങ്കര മത്സരിച്ചായിരിക്കുമല്ലോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും കാര്യങ്ങളൊക്കെ പറയുന്നേ. എങ്ങനെയാ അതൊന്ന് ഷെയർ ചെയ്യാവോ ഒരു എക്സ്പീരിയൻസ്? മക്കളെ പറ്റി പറയുമ്പോ തന്നെ ചിരി തുടങ്ങി. എങ്ങനെയുണ്ട് ധ്യാനും വിനീതും? ഓക്കെ ആണോ? ആ ചോദ്യത്തിന് ചേട്ടാ ധ്യാനെ പറ്റി ആദ്യം പറയാം. ധ്യാനെ പറ്റി ഞാൻ 9th സ്റ്റാൻഡേർഡ് പഠിക്കുക, മദ്രാസില്ല. 9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോ ഒരു ദിവസം എന്നോട് താമസിക്കുന്ന ഫ്ലാറ്റിൽ വെച്ച് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, പറ. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ പ്രേമിക്കുന്നു. കഴിഞ്ഞു. അത് 8ാം ക്ലാസ്സിൽ ധ്യാൻ പഠിക്കുന്നു. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ആ കുട്ടിക്ക് അറിയാമെന്ന് ചോദിച്ചു. അവരുടെ അഭിപ്രായത്തിൽ അവർക്ക് സമ്മതം. എന്തിന്? കല്യാണം കഴിക്കാൻ. പെണ്ണിന്റെ വീട്ടുകാർക്ക് റെഡിയാന്ന് കല്യാണം കഴിക്കാൻ അവർക്ക്, പെൺകുട്ടിക്ക്. ഞാൻ നല്ല കാര്യം ഒക്കെ നടത്തി കളിയാന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം നീ ആലോചിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ചു കാലം മുമ്പ് കല്യാണം കഴിച്ചാണ് നിന്റെ അമ്മയെ. അന്ന് മുതൽ ഇപ്പൊ വരെ അവളുടെ കംപ്ലീറ്റ് ചെലവ് ഞാനാണ്. നീ കല്യാണം കഴിക്കുമ്പോ നിന്റെ ഭാര്യയുടെ കാര്യം അതുപോലെ ആയിരിക്കണം, ഭർത്താവായിരിക്കണം. അല്ലാതെ മക്കളാവുമ്പോ ഒക്കെ നീ
ചെലവേണ്ടി വരും. എന്റെ അടുത്ത് കാശ് വാങ്ങിയിട്ട് അവർക്ക് ചെലവിന് കൊടുക്കാതെ വിചാരിക്കില്ല, അത് നടക്കൂല. അതുകൊണ്ട് അതിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാം ആദ്യം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് കല്യാണത്തിന്റെ ആലോചിക്കുന്നതാണ് നല്ലത്. പിന്നെ എന്റെ അടുത്ത് വന്നില്ല.